ബീഹാർ ആളിക്കത്തുകയാണ്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വൈകാതെ ബീഹാറിൽ ലാൻഡ് ചെയ്യുമെന്ന് കോൺഗ്രസ് പാർട്ടി സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ബി.ജെ.പി. സർക്കാർ ഭരിക്കുന്ന ബീഹാറിൽ വിദ്യാർത്ഥികൾ തെരുവിൽ പ്രതിഷേധത്തിന്റെ അലയൊലികൾ തീർക്കുമ്പോൾ ബി.ജെ.പി. സർക്കാർ ആടിയുലയുന്നുണ്ട്. ബീഹാറിലെ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുടെ പശ്ചാത്തലത്തിൽ ബുധനാഴ്ച ബി.ജെ.പി. നേതൃത്വത്തിലുള്ള സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സമരക്കാരെ നേരിട്ട് കാണുവാൻ രാഹുൽ ഗാന്ധി ബീഹാറിലേക്ക് തിരിക്കുമെന്ന് അറിയിച്ചത്. ഇതോടെ ബി.ജെ.പി. സർക്കാർ കടുത്ത സമ്മർദ്ദത്തിലായിരിക്കുകയാണ്. ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ ബീഹാറിലെ ബി.ജെ.പി. സർക്കാർ പോലീസിനെ ആയുധമാക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇത് കൈയും കെട്ടി നോക്കി നിൽക്കില്ലെന്നും വിദ്യാർത്ഥി പ്രക്ഷോഭം ബി.ജെ.പി. സർക്കാരിന്റെ അന്ത്യം കാണിക്കുമെന്നും പറയുന്നുണ്ട് രാഹുൽ ഗാന്ധി. റിക്രൂട്ട്മെന്റ് പരീക്ഷകളുമായി ബന്ധപ്പെട്ടും സർക്കാർ ജോലികൾ ആവശ്യപ്പെട്ടും ഗാർദാനി ഭാഗിൽ വിദ്യാർത്ഥികളും ഉദ്യോഗാർത്ഥികളും വമ്പൻ പ്രതിഷേധത്തിന്റെ അലയോലികൾ തീർക്കുന്നുണ്ട്. സിംഗിൾ സ്റ്റേജ് PT മീൻസ് പരീക്ഷ ഉൾപ്പെടെയുള്ള 4ാമത് അധ്യാപക നിയമന പരീക്ഷ, നെഗറ്റീവ് മാർക്കിംഗ് ഒഴിവാക്കൽ, 100% ഡൊമിസൈൽ അടിസ്ഥാനത്തിലുള്ള നിയമനം എന്നിവയാണ് പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യങ്ങൾ. ഈ സമരത്തിനെതിരെ പോലീസിനെ ഇറക്കിയാണ് ബി.ജെ.പി. സർക്കാർ നേരിടുന്നത്. ഇതിനെതിരെയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ബീഹാറിലെ വിദ്യാർത്ഥികൾക്ക് വളരെ ലളിതമായ ചില ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളതെന്ന് രാഹുൽ ഗാന്ധി എക്സിലെ ഒരു കുറിപ്പിൽ ചൂണ്ടിക്കാണിച്ചു. പിന്നാലെ ആ ചോദ്യങ്ങൾ അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് റിക്രൂട്ട്മെന്റ് പരീക്ഷകളിൽ ക്രമക്കേടുകൾ നടക്കുന്നത്? ചോദ്യചോർച്ച ആരോപണങ്ങളിൽ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല? യുവാക്കളുടെ ഭാവിയുമായുള്ള ഈ പകിടക്കളി എത്ര കാലം തുടരുമെന്നും ചോദിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി. ബീഹാർ പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷകളെ ചൊല്ലിയുള്ള വിവാദം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. റിക്രൂട്ട്മെന്റ് പ്രക്രിയ, പരീക്ഷാ തീയതി, കാലതാമസം, സുതാര്യതയില്ലായ്മ എന്നിവയ്ക്കെതിരെ വിദ്യാർത്ഥികൾ തെരുവിൽ ഇറങ്ങിയിട്ട് ഏറെ കാലമായി. എന്നാൽ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതിന് പകരം സർക്കാർ എന്താണ് ചെയ്യുന്നത്? ബി.ജെ.പി. സർക്കാർ ലാത്തിയും ജലപീരങ്കിയും പ്രയോഗിച്ച് വിദ്യാർത്ഥി സമരത്തെ അടിച്ചമർത്തുകയാണ്. നൂറുകണക്കിന് വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുത്ത് തല്ലിച്ചതയ്ക്കുന്നുണ്ട് ബി.ജെ.പി. സർക്കാർ. ഇത് പോലീസ് നടപടിയുടെ മാത്രം പ്രശ്നമല്ല, മറുപടികളൊന്നുമില്ലാത്ത ബി.ജെ.പി. സർക്കാരിന്റെ മാനസികാവസ്ഥയുടെ പ്രശ്നം കൂടിയാണിത്. അതുകൊണ്ടാണ് ഉത്തരവാദിത്തത്തിൽ നിന്നും ഒളിച്ചോടാൻ അവർ പോലീസിനെ ഒരു ആയുധമാക്കി മാറ്റുന്നതെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തുന്നുണ്ട്. ഡൽഹിയിൽ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ മോദിയുടെ കസേര ആടിയുലഞ്ഞത് നമ്മൾ കണ്ടതാണ്. അന്ന് വിദ്യാർത്ഥികളുടെ ശക്തി തിരിച്ചറിഞ്ഞ കേന്ദ്ര സർക്കാർ ബീഹാറിലെ ബി.ജെ.പി. സർക്കാരിനോട് കരുതിയിരിക്കുവാൻ കൂടി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് സമാധാനമായി നീങ്ങിയിരുന്ന സമരത്തിന് നേരെ ബീഹാർ സർക്കാർ തോക്കും ലാത്തിയും പ്രയോഗിക്കുന്നത്. അതുവരെ സമരത്തെ ദൂരെ നിന്ന് നോക്കിക്കണ്ട രാഹുൽ ഗാന്ധി ആ വിഷയത്തിൽ ഇടപെടാൻ കാരണമായി മാറി പോലീസ് നടപടികൾ. ഭയം സൃഷ്ടിച്ച് ആരുടെയും ഭാവി തട്ടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ബീഹാറിലെ വിദ്യാർത്ഥികൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇനി അവർക്ക് ഉത്തരങ്ങൾ മാത്രം പോരാ, അവർ ഉത്തരവാദിത്തം കൂടി ആവശ്യപ്പെടുന്നുണ്ട്. ഇതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ. നൂറുകണക്കിന് പ്രതിഷേധക്കാർ ഗാന്ധി മൈതാനത്ത് നിന്നും ബീഹാർ മുഖ്യമന്ത്രി സാമ്രാട്ട് ചൌധരിയുടെ വസതിയിലേക്ക് മാർച്ച് ചെയ്യുകയാണ്. പോലീസിനു പുറമെ സൈനിക വിഭാഗങ്ങളും വിദ്യാർത്ഥികളെ തടയാൻ മുൻപന്തിയിലുണ്ട്. ഡാക് ബംഗ്ലാവ് ചൌക്കിൽ വെച്ച് ബാരിക്കേഡുകൾ തകർത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി ഏറ്റുമുട്ടുകയും ചെയ്തു. ഇതിനെ തുടർന്ന് കഴിഞ്ഞ 2 ദിവസമായി പാട്നയിൽ സംഘർഷാവസ്ഥ ഉടലെടുക്കുകയാണ്. രംഗം വഷളാകുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ബീഹാറിലേക്ക് തിരിച്ചിരിക്കുന്നത്. നേരത്തെ സമരത്തെ അഭിമുഖീകരിക്കുന്നതിനിടയിൽ BPSC പരീക്ഷാ കൺട്രോളർ രാജേഷ് കുമാർ സിംഗ് നടത്തിയ ഒരു പ്രസ്താവന വലിയ വിവാദത്തിന് തീ കൊളുത്തിയിരുന്നു. പ്രതിഷേധക്കാരെ ഒരു പഴഞ്ചൊല്ലിലൂടെയാണ് അദ്ദേഹം പരാമർശിച്ചത്. ആന നടക്കും, പട്ടികൾ കുരയ്ക്കും, ഇങ്ങനെയാണ് വിദ്യാർത്ഥികളെ അദ്ദേഹം വിമർശിച്ചത്. ഇതിനു പിന്നാലെ വിദ്യാർത്ഥികൾ പ്രക്ഷോഭം ശക്തമാക്കിയതോടെ സംസ്ഥാന സർക്കാർ പരീക്ഷാ കൺട്രോളറെ പദവിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയുണ്ടായി. ഇങ്ങനെ കൊണ്ടും കൊടുത്തും നിൽക്കുന്ന ബീഹാറിന്റെ ഭൂമികയിലേക്കാണ് രാഹുൽ ഗാന്ധി എത്തുന്നത്.